നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോളിനെ വിൽക്കാൻ നിങ്ങളാരാണ്? നമ്മളാരും ഫുട്ബോളിൻ്റെ ഉടമസ്ഥരല്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്കിത് വിൽക്കാനുള്ള അവകാശവുമില്ല. ഒരിക്കലും ഒരു ഫുട്ബോൾ ഭരണസമിതി ക്രോസ് ചെയ്യാൻ പാടില്ലാത്ത ലൈനാണ് നിങ്ങളിപ്പോൾ ക്രോസ് ചെയ്യുന്നത്. നിങ്ങൾ പരിധി വിടുകയാണ്. ഫിഫയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു യുവേഫ. വാവ്! സംഗതി നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത വീഡിയോ നോക്കണം. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫിഫ അവരുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോ വേൾഡ് കപ്പിൻ്റെ സ്റ്റേക്ക് വിൽക്കാൻ ശ്രമിക്കുന്നു. വേൾഡ് കപ്പ് നടത്തിപ്പിന് വേണ്ടി ഒരു കമ്പനി രൂപീകരിക്കും. അതിൻ്റെ 20-30% സ്റ്റേക്ക് പുറത്തേക്ക് വെക്കും. ഇതിനു വേണ്ടിയിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ചർച്ച നടത്തി എന്നൊക്കെ ഇന്ന് പുറത്തുവിട്ടത് ദി ടൈംസാണ്. ടൈംസിൻ്റെ ആ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫിഫയ്ക്കെതിരെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു യുവേഫയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. എൻ്റെ ടൈറ്റിൽ തന്നെ അതാണ്, യുവേഫ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദി ടൈംസ് ആർട്ടിക്കിൾ. This crosses a line that football governing institution should never cross. UEFA takes it extremely seriously. So should every national football association. So should every stakeholder, leagues, clubs, players, supporters, governments, and everyone who cares about the future of the game. The soul and governance of football are not asset to trade, especially with zero transparency as to who gains financially. None of us are the owners of the football. Owners of football. It is not FIFA's to sell എന്ന് തന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. വാവ്! ശക്തമായ ഭാഷയിൽ തന്നെ. അതായത് ഫുട്ബോളിൻ്റെ ഭരണസമിതികൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത അതിർവരമ്പാണ് നിങ്ങളിപ്പോൾ ലംഘിക്കുന്നത്. നിങ്ങൾ പരിധി വിടുകയാണ്. യുവേഫ ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഓരോ ദേശീയ ഫുട്ബോൾ അസോസിയേഷനും അതുപോലെ ഗൗരവത്തോടെ കാണണം. അതുപോലെ ലീഗുകൾ, ക്ലബ്ബുകൾ, കളിക്കാർ, ആരാധകർ, സർക്കാരുകൾ, ഫുട്ബോളിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരും ഉൾപ്പെടുന്ന എല്ലാ കക്ഷികളും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇതിനെ ഗൗരവതരമായിട്ട് തന്നെ കാണണം. ഫുട്ബോളിൻ്റെ ആത്മാവും ഭരണവും കച്ചവടം ചെയ്യാനുള്ള സ്വത്തല്ല. ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് കച്ചവടം ചെയ്യാനുള്ള സ്വത്തല്ല. ദി സോൾ ആൻഡ് ഗവേണൻസ് ഓഫ് ഫുട്ബോൾ ആർ നോട്ട് അസെറ്റ് ടു ട്രേഡ്. ഇതങ്ങനെ കച്ചവടം ചെയ്യാനുള്ള ഒരു സ്വത്തല്ല, സ്വത്തുക്കളല്ല. പ്രത്യേകിച്ച് സാമ്പത്തികമായി ആർക്കാണ് ലാഭം ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു സുതാര്യവുമില്ല, അതൊരു ട്രാൻസ്പെറൻസിയും ഇല്ലാതെ ഇതിങ്ങനെ വിൽപ്പനയ്ക്ക് വെക്കാനുള്ള ചരക്കല്ല. നമ്മൾ ആരും ഫുട്ബോളിൻ്റെ ഉടമസ്ഥരല്ല. ഇത് വിൽക്കാൻ ഫിഫയ്ക്ക് അവകാശമില്ല എന്ന് തന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.